ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കണ്ണൂരിലെ റോയൽ ട്രാവൻകൂർ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കമ്പനി 2021 മെയ് മാസം 11-ാം തീയതിയാണ് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 മെയ് 11-നാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കമ്പനി 2023 മുതൽ തന്നെ ജനങ്ങളുടെ പണം തിരികെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നിരവധി കേസുകൾ വന്നു തുടങ്ങിയ ഒരു കമ്പനിയാണ്. 2024 ഇതിൻ്റെ MD അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കമ്പനി പ്രവർത്തിച്ചിരുന്നത് പൊതുജനങ്ങളുടെ പക്കലിൽ നിന്നും വലിയ തോതിലുള്ള നിക്ഷേപം സ്വീകരിച്ച് അത് 12% പലിശയ്ക്ക് ആണ് ഇവർ നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. എന്നാൽ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ നിക്ഷേപമോ പലിശയോ മടക്കി കൊടുക്കാത്തതിനെ തുടർന്ന് നിരവധി പേർ കേസുമായി മുന്നോട്ട് വരികയായിരുന്നു. അങ്ങനെയാണ് ചില കേസുകളിൽ ഇതിൻ്റെ മുതലാളിക്ക് ജയിലിൽ കിടക്കേണ്ടതും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങേണ്ടതൊക്കെ വന്നിരിക്കുന്നത്. ആ പോലീസ് കേസ് മാത്രമല്ല, നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, കൺസ്യൂമർ കോടതിയിലും നിരവധി ആൾക്കാർ 10,000-ഉം 50,000-ഉം ഒക്കെ ഇട്ട ആൾക്കാർ അവരുടെ കാലാവധി കഴിഞ്ഞ ശേഷം പണം തിരികെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കൺസ്യൂമർ കോടതിയിലും ഇതിലെ കേസുകൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത്, അങ്ങനെ കൊടുക്കുന്ന കേസുകളിലൊന്നും തന്നെ കമ്പനി ഹാജരാവാറില്ല. അത് കമ്പനിയുടെ അഭാവത്തിൽ അതൊക്കെ വിധിയുണ്ടാവുന്നതായാണ് അത്തരത്തിലുള്ള വിധിന്യായങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് 2021 രജിസ്റ്റർ ചെയ്തു. വെറും ഒരു വർഷം മാത്രമാണ് ഇതിൻ്റെ ഓഡിറ്റിങ്ങും അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങും ഒക്കെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരു വട്ടം മാത്രമാണ്. 2023-ലോ 24-ലോ അല്ലെങ്കിൽ ഇതുവരെയായിട്ടും 25-ലോ ഇവർ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ROCയിലെ രേഖകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിരവധി ആൾക്കാർ, നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇതിനെതിരെ പണം പോയവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഒരുപാട് ആൾക്കാർ പണം തിരികെ ചോദിച്ച് ഡെയിലി എന്നോണം ഇവരുടെ ഓഫീസുകളിൽ പോയി ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ ചില ആൾക്കാർക്കൊക്കെ തുച്ഛമായ പൈസ കൊടുത്ത് അവരെ മടക്കി അയക്കുന്നുമുണ്ട്. ചിലർക്ക് വാഗ്ദാനങ്ങൾ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 10 കോടിയാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 52,20,600 രൂപയാണ്. ഈ കമ്പനി ഇപ്പോഴും ആക്റ്റീവാണ്. ബാലൻസ് ഷീറ്റ് 31/3/2022 ആ ഒരു ആദ്യത്തെ വർഷം മാത്രമാണ് ഇവർ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ബാലൻസ് ഷീറ്റ് ROCയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം 2023-ലോ 24-ലോ 25-ലോ കഴിഞ്ഞ 3 വർഷമായി ഇവർ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ല, അത് സമർപ്പിച്ചിട്ടില്ല എന്നാണ് ROCയിലെ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നത്. 3 വർഷം ഇതുപോലെ സമർപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവരുടെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ആവാനും സാധ്യതയുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്ന പുതിയൊരു സംഭവവികാസം എന്ന് പറയുന്നത്, നിക്ഷേപകർ ബഡ്സ് അതോറിറ്റിയെയും ROCയെയും ഒക്കെ ബന്ധപ്പെട്ട് ഇവർ ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് അനധികൃതമായി പണം സ്വരൂപിച്ചിട്ടുണ്ട് എന്നും അത് പണം തിരികെ കൊടുക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ബഡ്സ് അതോറിറ്റിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ബഡ്സ് അതോറിറ്റി അതിൽ അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ
എന്തായാലും ഈ കമ്പനിയുടെ അവസ്ഥ വളരെ മോശം തന്നെയാണ്. നിയമ നടപടികൾ വന്നു തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഈ കമ്പനിയിൽ നിന്ന് നിക്ഷേപകർക്ക് പണം ലഭിക്കാനുണ്ടെങ്കിൽ എല്ലാവരും തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ബഡ്സ് അതോറിറ്റിയുടെ നടപടിയും അടുത്ത് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കമ്പനിക്കെതിരെ. ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, ഈ കമ്പനിയിൽ പണം നിക്ഷേപിച്ച് പണം തിരികെ ചോദിക്കുന്നവരെ ഇതിൻ്റെ മുതലാളി ഭീഷണിപ്പെടുത്താനും ഒക്കെ തുനിയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വാസ്തവമാണ്. ഈ കമ്പനിയിൽ ഇപ്പോൾ നിലവിൽ 6 ഡയറക്ടർമാരാണുള്ളത്. രാജേഷ് രംഗനാഥ് ആണ് ഈ കമ്പനിയുടെ CEO. തുടക്കം മുതലെയുള്ള CEO അദ്ദേഹമാണ്. രാഹുൽ ചക്രപാണി മാനേജിംഗ് ഡയറക്ടറാണ്. ബിൻസി ബാഹുലേൻ ശൈലജ എന്ന് പറയുന്നത് ഇതിൻ്റെ അഡീഷണൽ ഡയറക്ടറാണ്. ഷീബ ലിയോൺ അഡീഷണൽ ഡയറക്ടറാണ്. നവത് കക്കോത്ത് സൽജിത്ത് അഡീഷണൽ ഡയറക്ടറാണ്. മുണ്ടുപറമ്പിൽ വർഗീസ് മാത്യു അഡീഷണൽ ഡയറക്ടറാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർമാരും പ്രൊമോട്ടർമാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ. ഈ അവസാനമായി 2025 നവംബറിലാണ് പുതിയ ഡയറക്ടർ ബിൻസി ബാഹുലേയൻ ശൈലജ അഡീഷണൽ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് ബാധ്യതയുള്ള കമ്പനിയുടെ ഡയറക്ടർമാരാണ് ഇവരൊക്കെ.